പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ വാഹനം ഇടിച്ച് പരിക്കേറ്റ തമിഴ്നാട്ടുകാരനായ വയോധികൻ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമായത്. പാതയോരത്തെ ഓട സ്ലാബിട്ട് മൂടി കാൽനടയാത്രികർക്കായി നൽകണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ഫണ്ടില്ലാത്തതിന്റെ പേരിൽ അധികൃതർ അവഗണിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ വാഹനമിടിച്ച് പരിക്കേറ്റ വയോധികൻ ചികിത്സയിലിരിക്കെ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ അറുമുഖൻ എന്ന് വിളിക്കുന്ന 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന മുരുകനാണ് ബുധനാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെട്ടത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംസ്ഥാന പാതയിൽ പരുത്തിപ്രയിൽ കൂടി നടന്നു പോകവേ വാഹനം ഇടിച്ച് പരിക്കേൽക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുമുഖൻ എന്ന വ്യക്തി ഇവിടെ വന്ന് കുറച്ച് കാലമായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. നാളെ ഇവിടെ ആൾക്ക് ബന്ധുക്കളോ മറ്റുള്ളതൊന്നും അറിയില്ല. പക്ഷേ ഇവിടെയുള്ള CM ഫർണിച്ചറിൻ്റെ അദ്ദേഹത്തിനാണ് സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ചെറിയ ചെറിയ വേലകളൊക്കെ ചെയ്തിട്ട് ഒരു സുപരിചിതൻ തന്നെയാണ്. ഇവിടുത്തെ നാട്ടുകാരനെ പോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ നടന്നിരുന്ന ആളാണ്. പക്ഷേ ഈ ദാരുണമായിട്ട് അദ്ദേഹം വളരെ വേദനിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇതേപോലെ തന്നെയായിരുന്നു രാവിലെ മദ്രസയിലേക്ക് വരുന്ന കുട്ടികളും അതേപോലെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെല്ലാം നടക്കുന്നതാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം റോഡിൻ്റെ അവസ്ഥ. ആ വര, അതിൻ്റെ ബൗണ്ടറി വരയിട്ടുള്ളത് ചാലിനോടനുബന്ധിച്ചാണ്. ആ ചാലിൽ ഒരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ 2 ടോറസ് ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ വഴി ബ്ലോക്കായി പിന്നെ നിൽക്കാൻ പറ്റില്ല. ഈ ടേണിങ്ങിൽ നിന്ന് വല്ല വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടുന്നുള്ള വണ്ടികൾ വളരെ അവർക്ക് അശ്രദ്ധമായിട്ട് അവർക്കൊന്നും ഒന്നും വൃത്തിയില്ല. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാലും സ്ലിപ്പാകുന്ന ചെയ്താലും ആളെ തട്ടുന്ന ഒരു സ്ഥിരം സംഭവമാണ് ഇവിടെ. സ്ഥിരം അപകട മേഖലയാണ് പരുത്തിപ്ര ഭാഗം. കാൽനട യാത്രക്കാർക്ക് നടന്നു പോകുവാനുള്ള സൗകര്യം ഈ ഭാഗത്ത് ഇല്ല. റോഡ് സൈഡിലെ ഓടയ്ക്ക് സ്ലാബ് ഇടാത്തതാണ് ഇതിന് പ്രധാന കാരണം. കൊടും വളവായതിനാൽ ഇരുദിശകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് യാത്രക്കാരെ കാണുവാൻ കഴിയാത്തതും പ്രദേശത്ത് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതും അപകടങ്ങൾ വീണ്ടും ക്ഷണിച്ചു വരുത്തുകയാണ്. നിരന്തരം ഒരു അപകടത്തിൻ്റെ പരമ്പര തന്നെ ഇവിടെ നടക്കുകയാണ്. ഇങ്ങനെയൊക്കെ അപകടം നടന്നിട്ടും അധികാരികൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കാനോ കെടുകാര്യസ്ഥ ഉദ്യോഗസ്ഥന്മാരെ കെടുകാര്യസ്ഥ ഇവിടെ അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. വാഹനങ്ങളുടെ വർധനവ്, റോഡുകളുടെ അശാസ്ത്രീയമായ പ്രവർത്തനം, ഇത് കാരണം ആളുകൾക്ക് തന്നെ ശരിയായ രീതിയിൽ റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാരും PTA കമ്മിറ്റിയൊക്കെ ഈ റോഡുകൾ എത്രയും വീതി കൂടണമെന്നും അതോടൊപ്പം തന്നെ കാനയ്ക്ക് മുകളിൽ സ്ലാബ് ഇടണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ്. ഈ പരാതികൾക്കൊന്നും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ അപകടങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് തന്നെ വയ്ക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. ഇനിയും അവർ ഇതേമായിട്ടുള്ള അനാസ്ഥ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ PWDയുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് തയ്യാറായിട്ട് വരും. സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ദിനംപ്രതി 100 കണക്കിന് ആളുകൾ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. ഓടയ്ക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂൾ PTA-യും പ്രദേശവാസികളും ഉൾപ്പെടെ നിവേദനങ്ങൾ പലതും നൽകിയെങ്കിലും ഫണ്ടില്ല എന്ന പേരിൽ ജനങ്ങളെ അപകടങ്ങളിലേക്ക് തള്ളിവിടുകയായിരുന്നു പൊതുമരാമത്ത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പരാതി കൊടുത്തിരുന്നു PWDക്ക്, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരു പരാതി കൊടുത്തിരുന്നു. അപ്പോൾ നടന്നു വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ സൈക്കിളിലൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് റോട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പതിവായി അപകടം നടക്കുന്ന സ്ഥലമാണ്. ഇതിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ റോഡ് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ആക്കിയതിൽ സ്ലാബ് ഇടണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒരു ആവശ്യം. അത് ഇതേപോലെ തുടർന്ന് കഴിഞ്ഞാൽ ഇനിയും അപകടങ്ങൾ വരും. പ്രത്യേകിച്ച് സ്കൂളിലേക്ക് കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഭയന്നിട്ടാണ് കുട്ടികളെ വിടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് PWD ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ കാന ഇട്ടുകൊണ്ട് കാനയിൽ സ്ലാബ് ഇട്ടുകൊണ്ട് നടക്കാനുള്ളൊരു സൗകര്യം ചെയ്യണം. പിന്നെ അപകടം ഉണ്ടായിരുന്നൊരു ദാരുണ സംഭവമാണ്. ഈ അപകടം നേരിട്ടിട്ട് ആരും കണ്ടവരില്ല. നടന്നു വരുമ്പോൾ ഒരു വണ്ടി ഇടിച്ചിട്ട് കിടക്കുന്നതാണ് എല്ലാവരും കണ്ടത്. ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹം മരിച്ചു എന്നാണ് അറിഞ്ഞത്. ഒരു തമിഴ്നാട് സ്വദേശിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആർക്കും ഇല്ല. ഒരു ഫോൺ നമ്പറോ അല്ലെങ്കിൽ വീട്ടുകാരുടെ നമ്പറോ എവിടുന്ന് വരുന്നു എന്നുള്ളൊരു ഇതൊന്നും നാട്ടുകാരുടെ കയ്യിലില്ല. ഇനിയൊരു ജീവൻ പൊലിയാൻ കാത്തു നിൽക്കാതെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ അടിയന്തര നടപടികളാണ് സ്വീകരിക്കേണ്ടത്. KR രാഗേഷ്, VCV ന്യൂസ്, വടക്കാഞ്ചേരി.